ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ മത്തായി വ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ്. ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്താ പറയുക, കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂരിൻ്റെ ചങ്ക് ബ്ലോക്കിലുള്ള ചാവക്കാട് അടുത്ത് ആണ് ഈ സ്ഥലം. എന്താ പറയുക, പഞ്ചവടി അടുത്തുള്ള ഒരു എന്താ പറയുക അക്വേറിയമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലിയ ഒരു അക്വേറിയം എന്നാണ് അവകാശപ്പെടുന്നത്. തന്നെയല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത മോഡലുകളുള്ള വ്യത്യസ്ത എന്താ പറയുക വെള്ളത്തിൻ്റെ കടൽ വെള്ളത്തിനും അതുപോലെ തന്നെ മറ്റ് സ്വീറ്റ് വാട്ടറിനൊക്കെ ഉള്ള മീനുകളുടെ ഒരു വലിയ ശേഖരം ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം 2-3 ഏക്കർ സ്ഥലത്തിൽ ചുറ്റി ആണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇവിടെ വരുന്നവർക്ക് ഇത് സമ്മാനിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം അതിനെയൊക്കെ കടപിടിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ അതൊക്കെ മേളിൽ ഉള്ള ഒരു പെർഫോമൻസും ഒരു മനോഹരമായ അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നവർക്ക് എന്തായാലും നഷ്ടം വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുള്ള ഒരുപാട് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിലും ചാൻസ് ഇവിടെ ഉണ്ട്. അവർക്ക് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഉള്ള. പിന്നെ ഈ ഫിഷ് തെറാപ്പി പോലുള്ള സംഭവങ്ങളൊക്കെ ഫ്രീ ആണ്, ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ എന്തുകൊണ്ട് വളരെ മനോഹരമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടർന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മറക്കരുത്, ഇത് വളരെ മനോഹരമായൊരു സംഭവമാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ മനോഹരം. ഓക്കെ, അപ്പോൾ ബാക്കി തുടർ കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പഴയ കല്ലുകളൊക്കെ വെച്ച് പണിതിട്ടുള്ള മാതിരിയുള്ള ഒരു പുരാതന രീതിയിലുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. ഏകദേശം കുറച്ച് നടക്കാനുണ്ട്, ഒരു 150 മീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇതേപോലെ നല്ല രസകരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ പണി നടക്കുന്നതുകൊണ്ട് മറച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു ക്യൂബ് നല്ല മനോഹരമായിട്ടുണ്ട്. തന്നെയല്ല ഭയങ്കര ഈ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റൊക്കെ കൊടുത്തത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. തന്നെയല്ല ദുബായ് പോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നതിനേക്കാൾ എന്ത് മനോഹരമാണ് ഈ കാണുന്നതെന്ന് അത് നേരിട്ട് കണ്ടാൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്നത്. ഈ വാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് അക്വേറിയം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നമുക്കറിയാം, വർണ്ണക്കടലാസുകൾ കീറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച, ആകാശത്തോടെ പറന്ന് നടക്കുന്ന അതേ ലാഘവത്തോടുകൂടിയുള്ള മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച എന്ന് വേണ്ടി നമുക്കിവിടെ പറയാം. അത് ക്ലിയർ വാട്ടർ, ആ വെള്ളത്തിലൊരു കരടോ പൊടിയോ ഒന്നുമില്ല. വളരെ മനോഹരമായിട്ട് ഈ അരണ്ട വെളിച്ചത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ലൈറ്റ് അടിച്ച് കാണുമ്പോൾ ഉള്ള ഒരു കാഴ്ച എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100 ടൈപ്പ് അല്ലെങ്കിൽ അതിലും മുകളിലൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പേരും ജാതവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്ത കാരണം അതൊന്നും കാണിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓരോ മീനിൻ്റെ സെക്ഷനിലും ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറുതും വലുതുമായ 120-ൽ പരം അക്വേറിയങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഫിഷ് തെറാപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ചെറിയ ഷോപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഇത് ഏറ്റവും വളരെ മനോഹരമായ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എന്താ പറയുക, ഫിഷ് തെറാപ്പി. ഓക്കെ, ഇവിടെ മീനുകൾ വന്ന് കടിക്കുന്നതാണ് പറയുന്നത്. നിലവിലിപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. എന്തായാലും ഇതൊരു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് കടിച്ചു തുടങ്ങി. നല്ല രസം തന്നെയാണ്. എന്തായാലും നമ്മുടെ തോട്ടിലൊക്കെ പോയിട്ട് കാലിട്ടിരിക്കില്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും ഇത് കൊള്ളാം, അടിപൊളി. സാധാരണ ഇതിന് പുറത്തൊക്കെ നമ്മൾ ഈ ഫിഷ് തെറാപ്പി ചെയ്യണമെങ്കിൽ മിനിമം 100, 150, 200 രൂപയൊക്കെ മാളുകളിലൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് 450 ടിക്കറ്റിലും പ്ലസ് ഇതും കൂടെ ആകുമ്പോൾ നമുക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്പൺ ട്രെഞ്ചുകളിലുള്ള മീനുകളെയാണ്. അത് ഭയങ്കര വ്യത്യസ്ത കളറുകളിലും തരത്തിലൊക്കെ ഉള്ള മീനുകൾ. അത് ഇവിടുത്തെ AC ഒക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എയർ കണ്ടീഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മീനുകളുടെ ടെമ്പറേച്ചറുകളും ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലും തലത്തിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചറുകളൊക്കെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള മീനുകൾ, ചെറുതും വലുതും, വെള്ളയും മഞ്ഞയും പച്ചയും കറുപ്പും ഒക്കെ കലർന്ന നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെയാണ് ഈ ട്രെഞ്ചിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഷോപ്പ്, ടീ ഷോപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ ഹൈജീനിക്കാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത്, നമ്മുടെ നാട്ടിൽ എന്ത് സംരംഭം തുടങ്ങിയാലും ഹൈജീനിക്ക് അല്ല, അല്ലെങ്കിൽ അത് വൃത്തികേടാക്കും വരുന്നവർ എന്നുള്ളതാണ്. ഒരുപാട് ജോലിക്കാരുണ്ട് അത് നോക്കാൻ. അതുപോലെ CCTV ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹൈജീനിക്കായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതിൽ നല്ലൊരു കലാകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്സ്യകന്യക നമുക്ക് ഇവിടെ കാണാം. നല്ലൊരു ആർട്ട് വർക്ക്.
അപ്പോൾ ഇതെന്തെന്നറിയോ, ഇത് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ. ഇതൊരു വാട്ടർ ടണലാണ്. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന യൂറോപ്പിലും അല്ലെങ്കിൽ ദുബായിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന, ഞാൻ തന്നെ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വാട്ടർ ടണലാണ്. നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, 3 സൈഡും കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രദേശം തന്നെയല്ല. ഭക്ഷണം കൊടുക്കാൻ ആള് ഗ്യാസ് സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അത് ജീവനുള്ള മനുഷ്യൻ തന്നെയാണ്. ആളുകൾ, ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഒരു പാവക്കുട്ടിക്കാണ്, അങ്ങനെയല്ല, ജീവനുള്ള മനുഷ്യൻ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വളരെ മനോഹരമായിട്ടാണ്. നമുക്ക് മൊത്തം വെള്ളമാണ്. ഇതിന് മൊത്തം 3 സൈഡും ഇത് ടഫൺ ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഈ നടക്കുന്നത്. ഇത് സീ വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ കൂടെയാണ് ഇതിന്റെ ഈ തരത്തിലുള്ള ഫിഷുകളെ ഇവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു മനോഹരമായൊരു ഫോറസ്റ്റാണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ AC ഒക്കെ വെച്ച് ഭയങ്കര ഒരു ഫോറസ്റ്റിൻ്റെ, ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാക്കിയേക്കാണ്. അതിന് അവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ചെറിയ തടാകം ഉണ്ടാക്കിയേക്കാണ്. അതിൽ രസകരമായിട്ടുള്ള വിദേശ മത്സ്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തായാലും എടുത്തു പറഞ്ഞിട്ടൊരു കാഴ്ച തന്നെയാണിത്. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാടിന് ഒരു അഭിമാനകരമായ ഒരു പ്രോജക്റ്റ് തന്നെയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഇത്തരത്തിലുള്ളൊരു കാഴ്ച, മനോഹരമായ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫിഷുകളും ആമ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും നല്ലൊരു രസകരമായ കാഴ്ചയാണ് ഈ ഫോറസ്റ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്.
ഉള്ളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. വളരെ രസമായിട്ടുണ്ട്. കൊടുക്കുന്ന പൈസയുടെ ഡബിൾ വാല്യൂ ഉണ്ട്, അത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകണം. അപ്പോൾ അവിടെ നമുക്ക് മീൻ കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം. അത് വേറൊരു ടൈപ്പ് സാധനമാണ് അവിടെ. പിന്നെ പിള്ളേർക്കുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്, ട്രെയിനും കാര്യങ്ങളൊക്കെ. ഇതോടെ മെയിൻ അക്വേറിയത്തിന് പുറത്ത് ഒരു പോണ്ടിൽ ഫിഷിനെ നിറച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. തീറ്റ കൊടുക്കാനും കയ്യിലെടുത്ത് പിടിക്കാനൊക്കെ അവിടെ അവർ അലൗ ചെയ്യുന്നുണ്ട്. അത് തന്നെ മറ്റൊരു എൻ്റർടൈൻമെൻ്റ് ആണിത്. അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഇത് കാണാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.